പ്രീവിയസ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കി ഓരോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പ്ലനേഷനും. അപ്പോഴും നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഒരു പ്രീവിയസ് ചോദ്യം എടുക്കുക, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അത് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ അത് എങ്ങനെയെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ശരി. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നത്? നിങ്ങൾ നോക്കിയേ. കോറമണ്ടൽ തീരസമതലം, കച്ച് കത്തിയവാർ തീരസമതലം, മലബാർ തീരസമതലം, കൊങ്കൺ തീരസമതലം എന്നിങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പേര് നോക്കുമ്പോൾ തന്നെ മലബാർ മലബാർ കേരളവുമായിട്ട് ബന്ധപ്പെട്ട പേരില്ലേടാ മലബാർ. നമ്മൾ വടക്കൻ കേരളത്തിൽ നമ്മൾ മലബാർ എന്ന് പറയുന്നേ. ഓക്കെ, അപ്പൊ മലബാർ തീരസമതലമാണ് ആൻസർ. അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് 10ാം ക്ലാസ് SCERT വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം എന്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ത്യയുടെ തീരസമുദ്രത്തെ കുറിച്ചാണ്. നമുക്ക് ആ ഇന്ത്യയുടെ തീരസമുദ്രം ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യാം നോക്കാം. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ തീരസമുദ്രം വരുന്ന ഭാഗം എന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ തീരസമുദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോസ്റ്റൽ ഏരിയ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത് തീരസമുദ്രം ഉള്ളത്. 9 സംസ്ഥാനങ്ങൾക്ക്. അതായത് ഏതൊക്കെ സംസ്ഥാനം എന്ന് കഴിഞ്ഞാല് ഇവിടെ 5 എണ്ണവും, ഈ ഭാഗത്ത് 5 എണ്ണവും, ഈ ഭാഗത്ത് 4 എണ്ണവും. ഈ ഭാഗത്ത് 4 എണ്ണം ഏതൊക്കെയെന്ന് അറിയാം നമുക്ക്. തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, അതുപോലെ ഒഡീഷ, അതുപോലെ ബംഗാൾ. ഈ 4 സംസ്ഥാനങ്ങൾക്കാണ് ഈ ഒരു തീരത്ത്. അതായത് ഇതിനെ നമ്മൾ പറയുന്നത് പൂർവ്വ തീരം എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തെ നമ്മൾ പറയുന്നത് പൂർവ്വ തീരം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ 4 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത് തീരപ്രദേശം ഉള്ളത്. അതായത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങൾക്കാണ് ആ ഭാഗത്ത് എന്തുള്ളത് തീരപ്രദേശം ഉള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അടുത്ത് ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം നോക്കുകയാണെങ്കിൽ 5 സംസ്ഥാനങ്ങൾക്കാണ് ഇവിടെ കടൽത്തീരം ഉള്ളത്. ഒന്ന് നമ്മുടെ കേരളത്തിനുണ്ട്. പിന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ കർണാടകയ്ക്കുണ്ട്. പിന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഗോവയ്ക്കുണ്ട്. പിന്നെ മഹാരാഷ്ട്രയ്ക്കുണ്ട്. പിന്നെ ഏതിനുണ്ട്? ഗുജറാത്തിനുണ്ട്. ഓക്കെ, അങ്ങനെ 5 സംസ്ഥാനങ്ങൾക്കാണ് ഈ ഭാഗത്ത് കടൽത്തീരമുള്ളത്. അതായത് പശ്ചിമ തീരത്ത് കടൽത്തീരമുള്ളത്. ഓക്കെ, അപ്പൊ 5 മനസ്സിലായല്ലോ ഏതൊക്കെയാണ്? കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ 5 സംസ്ഥാനങ്ങൾക്കാണ് ഈ ഭാഗത്ത് എന്തുള്ളത് കുട്ടികളെ കടൽത്തീരമുള്ളത്. ഈ ഭാഗത്ത് 4 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത് കടൽത്തീരമുള്ളത്. അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കോസ്റ്റൽ ഏരിയയുടെ ലെങ്ത്. കോസ്റ്റൽ ഏരിയ ലെങ്ത് എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ 5, 4, 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിലെ കോസ്റ്റൽ ഏരിയ ഉള്ളത്, അല്ലെങ്കിൽ കടൽത്തീരം ഉള്ളത് നമ്മൾ മനസ്സിലാക്കി. കേരളത്തിൽ എത്രയാ? കേരളത്തിൽ എത്ര ജില്ലകൾക്കാണ് കടൽത്തീരം ഉള്ളത് അറിയാല്ലേ? കേരളത്തില് 5 ജില്ലകൾക്ക് ഇല്ല. നമുക്ക് അത് നന്നായിട്ട് അറിയാം. 5 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്തതെന്ന് അറിയാം. എന്നാൽ എത്ര ജില്ലകൾക്കാണ് കടൽത്തീരം ഉള്ളത് എന്ന് കേട്ട് കഴിഞ്ഞാൽ, എത്ര ജില്ലകൾക്കാണ് കടൽത്തീരം ഉള്ളതെന്ന് കേട്ട് കഴിഞ്ഞാല് 9 ജില്ലകൾക്ക് തന്നെയാണ് കേരളത്തിൽ കടൽത്തീരം ഉള്ളത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ശരി, അപ്പൊ ഓർത്തിരിക്കുക. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽത്തീരം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ 9 സംസ്ഥാനങ്ങൾക്ക് കടൽത്തീരമുണ്ട്. കേരളത്തിൽ എത്ര ജില്ലകൾക്കാണ് കടൽത്തീരം ഉള്ളതെന്ന് കേട്ട് കഴിഞ്ഞാൽ 9 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കാണ് കടൽത്തീരം ഇല്ലാത്തതെന്ന് കേട്ട് കഴിഞ്ഞാല് പത്തനംതിട്ടയ്ക്കില്ല, പാലക്കാടിനില്ല, ഇടുക്കിക്കില്ല, വയനാടിനില്ല, കോട്ടയത്തിനില്ല. അപ്പൊ ഈ 5 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്തത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? അത് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് കണ്ണൂറാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം അത് ഗുജറാത്താണ് അല്ലെ? ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണൂര്, ഏറ്റവും കുറവ് കൊല്ലം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുജറാത്ത്, ഏറ്റവും കുറവ് എവിടെയാണ്? ഗോവയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുമ്പ് ആൻസർ ആന്ധ്രാപ്രദേശ് ആയിരുന്നു, നിലവിൽ ആൻസർ തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. മനസ്സിലായോ? ഏറ്റവും കടൽത്തീരമുള്ള ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് കുട്ടികളെ? നിലവിലെ
സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്, ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഗോവ, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? തമിഴ്നാടാണ് ആൻസർ. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഈ പഠിപ്പിക്കണൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോണം കേട്ടാ. ഞാൻ ഒത്തിരി റിവിഷൻ ആയിട്ട് ചിലപ്പോൾ സ്പീഡിനായിരിക്കും പറഞ്ഞ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് എഴുതി പഠിച്ച് പോകണം. ഓക്കെ, ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ ചോദിക്കുന്ന സാധനങ്ങളാണ്. ഇനി എത്രയാണ് നമ്മുടെ കടൽ തീരം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലല്ലേ? എടാ, നമ്മുടെ ടോട്ടൽ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് 6100 കിലോമീറ്റർ ആണ്. അതായത് ഈ പറയുന്ന ഇവിടെ കണ്ട ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു കോസ്റ്റൽ ഏരിയയുടെ ലെങ്ത് ആണ് 6100. നമുക്ക് ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്ത് വരുന്നത് ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ? ബേ ഓഫ് ബംഗാൾ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ വരുന്നത് അറേബ്യൻ സീ ആണ് വരുന്നത്, അതായത് അറബിക്കടലാണ് വരുന്നത്. ബേ ഓഫ് ബംഗാൾ, അതുപോലെ ഇവിടെ അറേബ്യൻ സീ ആണ് വരുന്നത്. ഈ ബേ ഓഫ് ബംഗാളില് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു ദ്വീപ സമൂഹമുണ്ട്. ബേ ഓഫ് ബംഗാളിലുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ദ്വീപ സമൂഹം ഏതാണ് കുട്ടികളെ? അത് ആൻഡമാൻ നിക്കോബാർ ആണ് അല്ലെ? ആൻഡമാൻ നിക്കോബാർ ആണ് ഈ പറയുന്ന ഈ ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ആൻഡമാൻ നിക്കോബാർ ആണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം, ഇവിടെ ചോദ്യമായിട്ട് കിടപ്പുണ്ട്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? അത് ലക്ഷദ്വീപാണ് അല്ലെ? ലക്ഷദ്വീപാണ്. മനസ്സിലായോ? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാറുമാണ്. അതായത് ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും ഒക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ അവിടെയും എന്തുണ്ട്? കോസ്റ്റൽ ഏരിയ ഉണ്ട് അല്ലെ? അപ്പൊ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കോസ്റ്റൽ ലെങ്ത് പറയുകയാണെങ്കിൽ 7516 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു പോർഷനെയാണ് അതായത് ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ? ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഉപദ്വീപീയ ഇന്ത്യയുടെ കടൽത്തീരം ചോദിക്കുകയാണെങ്കിൽ അതാണ് 6100. അല്ല, ടോട്ടൽ ഇന്ത്യയുടെ, അതായത് നമ്മളെ ലക്ഷദ്വീപും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ടോട്ടൽ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ 7516 ആണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ കുട്ടികളെ? അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കടൽത്തീരത്തെ എങ്ങനെയാണ് നമ്മള് വേർതിരിക്കുന്നത്. നമ്മളിപ്പോ പശ്ചിമ തീരം, പൂർവ്വ തീരം അത് നമ്മൾ പറഞ്ഞല്ലേ? ഈ ഭാഗത്ത് വരുന്നത്, അതായത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്ത് വരുന്നത് പശ്ചിമ തീരവും പൂർവ്വ തീരവും, അതുപോലെ തന്നെ ഈ അറേബ്യൻ സീയുടെ ഭാഗത്ത്, അതായത് അറബിക്കടലിന്റെ ഭാഗത്ത് വരുന്നത് ഏതാണ്? പശ്ചിമ തീരമാണ്. അപ്പൊ ഇത് പൂർവ്വ തീരം, ഇത് പശ്ചിമ തീരം കേട്ടോ. അതായത് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്ത് വരുന്നത് പൂർവ്വ തീരം, നമ്മുടെ അറബിക്കടലിന്റെ ഭാഗത്ത് വരുന്നത് പശ്ചിമ തീരം. അത് മാറിപ്പോവരുത്, അത് ഓർത്ത് വെച്ചോണം. ഈ പൂർവ്വ തീരത്തെ തന്നെ നമ്മൾ കിഴക്കൻ തീരസമതലം എന്ന് പറയും. മനസ്സിലായ? അതായത് പൂർവം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കിഴക്കെന്നാണ് അല്ലെ? പൂർവം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കിഴക്കെന്നാണ്. പശ്ചിമം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പശ്ചിമ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറിനെയാണ്. ഓക്കെ, അതുപോലെ ദക്ഷിണം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അത് തെക്കിനെയാണ്. ദക്ഷിണം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് തെക്കിനെയാണ്. ഉത്തരം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് വടക്കിനെയാണ്. അപ്പം പൂർവം കിഴക്കാണ്. പശ്ചിമം പടിഞ്ഞാറാണ്. ദക്ഷിണം എന്ന് പറയുന്നത് തെക്കാണ്. ഉത്തരം എന്ന് പറയുന്നത് വടക്കാണ്. അപ്പൊ അതും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് കിഴക്കൻ തീരസമതലം, അതായത് ഈ പൂർവ്വ തീരത്തെ നമുക്ക് കിഴക്കൻ തീരസമതലം എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ പശ്ചിമ തീരത്തെ നമുക്ക് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയാം. പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് ഓരോന്നും പഠിക്കണം കേട്ടോ. നമുക്ക് ആദ്യം പടിഞ്ഞാറൻ തീരസമതലം നമുക്ക് പഠിക്കാം. ഈ പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് എന്തിനൊക്കെ ഇടയിലാണെന്ന് ചോദിക്കും. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അറേബ്യൻ സീ ആണ് എന്ന് നമ്മൾ പറഞ്ഞില്ല. ഇവിടെ അറേബ്യൻ സീ ആണെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഒരു പർവ്വത നിരയുണ്ട്. നമ്മുടെ കേരളത്തിനും ആ ഒരു കർണാടകയ്ക്ക് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയുണ്ട്. അതാണ് വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം അല്ലെ? വെസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് മലനിരകളുണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. പശ്ചിമഘട്ടത്തിനും
അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം എന്തിനൊക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടികളെ? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് രണ്ടാമത്തെ പോയിന്റ്, എവിടെ മുതൽ എവിടെ വരെ എന്നാണ് പഠിക്കേണ്ടത്. നമുക്കറിയാം ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റത്തെ പോയിന്റ് ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റത്തെ പോയിന്റ് ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്, അല്ലെ? കന്യാകുമാരിയാണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേറ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ കാണിച്ചിരുന്ന പോയിന്റ് കന്യാകുമാരിയാണ്. അപ്പൊ നമുക്ക് നോക്കിയത് ഇവിടെ നിന്നാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ തീരസമതലം തുടങ്ങുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് റാൻ ഓഫ് കച്ച്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2 പോയിന്റ് പഠിച്ചു. അടുത്ത നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടാ, ഈ ഒരു പടിഞ്ഞാറൻ തീരസമതലത്തില് കായലുകളും നമുക്കറിയാം കേരളത്തിൽ ഇഷ്ടംപോലെ കായലുണ്ട്, അല്ലെ? കേരളമൊക്കെ സ്ഥിതി ചെയ്യുന്നത് നോക്കി, കേരളമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയല്ലേ? അപ്പൊ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. മനസ്സിലായ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്ത് കാണപ്പെടുന്നു കുട്ടികളെ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കായലുകളും അഴിമുഖങ്ങളും എവിടെ കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന പടിഞ്ഞാറൻ തീരസമതലത്തിൽ കാണപ്പെടുന്നുണ്ട്. നമുക്ക് പടിഞ്ഞാറൻ തീരസമതലവും ഉണ്ട്, അതുപോലെ കിഴക്കൻ തീരസമതലവും ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് വീതി കൂടുതൽ? ഏതിനാ വീതി കൂടുതൽ? വീതി കൂടുതൽ കിഴക്കൻ തീരസമതലത്തിനാണ്. അതായത് അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്, താരതമ്യേന വീതി കുറവാണ്. അപ്പൊ നാലാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, താരതമ്യേന എന്ത് കുറവടാ? വീതി കുറവാണ്. അടുത്ത 5ാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തരംതിരിക്കുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ തീരസമതലത്തെ 3ആയി തരംതിരിക്കുന്ന ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാല്, 1 ഗുജറാത്ത് തീരം, ഏതാണ്ട ഗുജറാത്ത് തീരം. 2 കൊങ്കൺ തീരം. 3 മലബാർ തീരം. 3 ഏതാണ്? മലബാർ തീരം. 3 മലബാർ തീരം. ഓക്കെ അല്ലേ? അപ്പൊ 1 ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. അങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചത് എവിടെയാണ് വരുന്നതെന്ന്. ഓക്കെ, നോക്കി, ഈ താഴോട്ടുള്ളതിന് കേരളത്തിന്റെ തീരപ്രദേശമാണ് എന്തെന്നറിയപ്പെടുന്നത്? മലബാർ എന്നറിയപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശമാണ് മലബാർ എന്നറിയപ്പെടുന്നത്. അതിന് മുകളിലോട്ട് വരുമ്പോഴും നമ്മുടെ ഈ കർണാടക, ഗോവ, അതൊക്കെയാണ് നമ്മൾ കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നത്. കർണാടക, ഗോവ ഇതൊക്കെയാണ് എന്തെന്നറിയപ്പെടുന്നത്? കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നത്. മുകളിലോട്ടുള്ളതിനെയാണ് നമ്മൾ, അതായത് ഗുജറാത്ത്, മഹാരാഷ്ട്ര ആ ഭാഗത്തേക്കാണ് നമ്മൾ ഗുജറാത്ത് തീരം എന്ന് പറയുന്നത്. മനസ്സിലായ? താഴോട്ടുള്ളതിനെ മലബാർ തീരം എന്ന് പറയും. ഇവിടെ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോണേ. അതായത് ഈ താഴോട്ട് ഈ ഭാഗത്തൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലബാർ തീരം എന്ന് പറയുന്നത്. ഈ മുകളിലോട്ട് നടുക്കുള്ള ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? കൊങ്കൺ തീരം എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ടുള്ളതിനെ ഗുജറാത്ത് തീരം എന്ന് പറയും. അപ്പൊ മനസ്സിലായ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചുള്ള 5 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 1ാമത്തെ പോയിന്റ് ഇതാണ്, പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. എവിടെ മുതൽ എവിടെ വരെ എന്ന് കഴിഞ്ഞാൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. പിന്നെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. എന്ത് കാണപ്പെടുന്നു? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി എങ്ങനെയാണ്? വീതി കുറവാണ്. താരതമ്യേന വീതി കുറവാണ്. ഇനി അടുത്ത് 3ആയി തരംതിരിക്കുന്നുണ്ട്. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ 3ആയിട്ട് എന്തിനെ തരംതിരിക്കുന്നുണ്ട് പിള്ളേരെ? ഈ പറയുന്ന പടിഞ്ഞാറൻ തീരത്തെ തരംതിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി? ഇത് സെറ്റായി? ഓക്കെ അല്ലേ? മനസ്സിലാവാത്തവർ വീണ്ടും കണ്ടു നോക്കി നോട്ട് എഴുതി പഠിച്ചു തന്നെ പോണം. ഓക്കെ അല്ലേടാ? അടുത്ത ഭാഗത്തേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഒന്ന് ഇരുന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഈ പഠിക്കണം. നിങ്ങൾക്ക് ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ വായി കിടക്കണം. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിനു ഉപയോഗപ്പെടുന്ന അറിയാമോ? നിങ്ങൾക്ക് ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് ഓയ നിങ്ങൾക്ക് എഴുതാനുള്ള പരീക്ഷയല്ലേ? സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസ് ഉണ്ടല്ലോ. സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ LDC സിലബസ് ആണ്. നിങ്ങൾക്ക് അതിന് ഈ സാധനം എന്ത് ചെയ്യും? ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ബോധത്തോടെ പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ
നമുക്ക് ഇത് എടുക്കാത്തത്, ഈ ക്വസ്റ്റ്യൻ മാർക്കോട് എടുക്കാത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പ്രീവിയസ് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞതാണെന്ന് വിചാരിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് പ്രീവിയസ് പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചുമ്മാ അങ്ങനെ ചെയ്ത് മാത്രം പോയാൽ പോരാ, അത് എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചു പോകണം. മനസ്സിലായ? അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകും. മനസ്സിലായ? ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം സാർ ഇതുപോലെ മതി, ഞാൻ അനുസരിച്ച് എന്ത് ചെയ്യാം, എടുത്തു തരാം. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ രണ്ട് കാര്യം, ഈ അറബിക്കടൽ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം, ലക്ഷദ്വീപ്, ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ. മനസ്സിലായ? അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ശരി. ഇനി അടുത്ത് കിഴക്കൻ തീരസമതലം പറഞ്ഞു കേട്ടോ. കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ. കിഴക്കൻ തീരസമതലം നമ്മൾ ഇവിടെ പറഞ്ഞു. പടിഞ്ഞാറൻ തീരസമതലം ഏതിനൊക്കിടയിലാണെന്ന് പറഞ്ഞു? അറേബ്യൻ സീക്കും പശ്ചിമഘട്ടത്തിനിടയിലാണെന്ന് പറഞ്ഞു. ഈ പശ്ചിമഘട്ടം പോലെ തന്നെയാണ് ഇവിടെ വേറൊരു മലനിരകളുണ്ട് കേട്ടോ. അതിനെയാണ് നമ്മള് പൂർവ്വഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. വെസ്റ്റേൺ ഘട്ടം, ഈസ്റ്റേൺ ഘട്ടം, പൂർവ്വഘട്ടം, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഘട്ടം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ പൂർവ്വഘട്ടം ഇവിടെയുള്ള കടൽ ഏതാണ്? ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, കിഴക്കൻ തീരസമുദ്രത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ പോയിന്റ് അതാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബേ ഓഫ് ബംഗാളിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു റാൻ ഓഫ് കച്ച് മുതൽ, ഇവിടെ നമ്മൾ പറഞ്ഞത് റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ കന്യാകുമാരി വരെ എന്നാണ് പറഞ്ഞത്. ഈ കന്യാകുമാരിക്ക് ഇവിടെയും മാറ്റമില്ല. അതായത് പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും ഒക്കെ പൂർവ്വഘട്ടമല്ല, പൂർവ്വ തീരവും പശ്ചിമ തീരവും, അതായത് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കന്യാകുമാരി. അതായത് രണ്ടിന്റെ ഭാഗമായിട്ട് കന്യാകുമാരി വരുന്നുണ്ട്. ഇവിടെ എന്ന് പഠിച്ചത് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് സുന്ദരവനം. സുന്ദരവനം. ഓക്കെ, സുന്ദരവനം. ഈ സുന്ദരവനം അല്ലെങ്കിൽ സുന്ദർബൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടാ. അതായത് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ ഡെൽറ്റ പ്രദേശം, നമ്മളെ സുന്ദർബൻസ് ഡെൽറ്റ പ്രദേശം, ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്ന് സൃഷ്ടിക്കുന്ന സുന്ദർബൻസ് ഡെൽറ്റ പ്രദേശം റോയൽ ബംഗാൾ ടൈഗറുകളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് PSC എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അവിടെ കാണപ്പെടുന്ന കണ്ടൽ ഇനമാണ് സുന്ദരി. സുന്ദരി എന്ന ഇനത്തിൽ പറയുന്ന അല്ലെങ്കിൽ പെടുന്ന കണ്ടലുകൾ കാണപ്പെടുന്നത് ഈ പറയുന്ന സുന്ദർബൻസിലാണ്. നമ്മൾ അതുകൊണ്ടാണ് സുന്ദരവനം എന്ന് പറയുന്നത് കേട്ടോ. സുന്ദരവനം അതായത് ഒരു ഡെൽറ്റ പ്രദേശമാണ്. ആ ഡെൽറ്റ പ്രദേശത്തിൽ നമ്മുടെ നാഷണൽ അനിമൽ ആയിട്ടുള്ള റോയൽ ബംഗാൾ ടൈഗറുകളെ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അപ്പം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അങ്ങനെയാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ എന്ത് ചെയ്യുന്നുള്ള സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് പടിഞ്ഞാറൻ തീരസമയത്ത് നമ്മൾ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണപ്പെടുന്നു എന്ന്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്, അതായത് കിഴക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അപ്പം പടിഞ്ഞാറാണെങ്കിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തിലാണെങ്കിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. എന്ത് നടക്കുന്നു കുട്ടികളെ? ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അടുത്ത് നാലാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞത് വീതിയാണ് അല്ലെ. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിൽ വീതിയെ കുറിച്ചാണ് പറഞ്ഞത്. വീതി കുറവെന്നാണോ കൂടുതലെന്നാണോ നമ്മൾ പടിഞ്ഞാറിൽ പറഞ്ഞത്? എന്താ പറഞ്ഞേ? വീതി കുറവെന്നാണ്. അപ്പൊ ഇവിടെ വീതി കൂടുതൽ. ഇതൊക്കെ ചോദിക്കടാ, നിങ്ങൾ പഠിച്ചോണേടാ. വീതി കൂടുതൽ. ഓക്കെ, അപ്പൊ അത് നമ്മൾ 4 പോയിന്റ് പഠിച്ചു. നമ്മൾ അവിടെ 5ാമത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് വേർതിരിക്കുന്നതിനെയാണ്. അവിടെ നമ്മൾ പറഞ്ഞു ഗുജറാത്ത്, കൊങ്കൺ, മലബാർ അങ്ങനെ തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ തിരിക്കുന്നത് കോറമണ്ടൽ തീരം. എന്താണ്ട? കോറമണ്ടൽ തീരം എന്നും അതുപോലെ തന്നെ വടക്കൻ സിർക്കാർസ് തീരമെന്നും കോറമണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസ് തീരമെന്നുമാണ് വേർതിരിക്കുന്നത്. കോറമണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസ് തീരമെന്നുമാണ് കിഴക്കൻ തീരസമതലത്തെ വേർതിരിക്കുന്നത്. ഞാൻ അത് കാണിച്ചു തരാമേ എങ്ങനെയാണ് വരുന്നതെന്ന്. അതായത് ഈ ഒരു ഭാഗം നമ്മളിപ്പോ രണ്ടായിട്ടല്ലേ വേർതിരിക്കുന്നത്. ഇത് ഇത്രയുമാണ് കോറമണ്ടൽ തീരം. അതായത് നമ്മുടെ തമിഴ്നാടിന്റെയൊക്കെ ആ ഒരു തീരപ്രദേശം ഉണ്ടല്ലോ, നമുക്ക് അത് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്.
തമിഴ്നാടിന്റെ തീരപ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്, അതല്ലെങ്കിൽ കോറമണ്ടൽ തീരം എന്നറിയപ്പെടുന്ന തീരപ്രദേശം ഏതാണ്, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ താഴോട്ടുള്ളതിനെയാണ് നമ്മൾ ഈ കോറമണ്ടൽ, ഇതാണ് കോറമണ്ടൽ തീരം കേട്ടോ, ഇതാണ് കോറമണ്ടൽ തീരം, മനസ്സിലായ? അതിനുശേഷം ഈ മുകളിലോട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വടക്കൻ സിർക്കാർസ് തീരം എന്ന് പറയുന്നത്, വടക്കൻ സിർക്കാർസ് തീരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പൂർവ്വ തീരത്തെ അല്ലെങ്കിൽ കിഴക്കൻ തീരസമുദ്രത്തെ രണ്ടായി തരംതിരിക്കുന്നു. താഴോട്ടുള്ളതിനെ കോറമണ്ടൽ തീരം എന്ന് പറയുന്നു. കോറമണ്ടൽ തീരം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തമിഴ്നാടിന്റെ തീരപ്രദേശത്തെയാണ് കോറമണ്ടൽ തീരം എന്നറിയപ്പെടുന്നത്. ഓക്കെ, മുകളിലോട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു, വടക്കൻ സിർക്കാർസ് തീരം എന്ന് പറയുന്നു, അല്ലെ, വടക്കൻ സിർക്കാർസ്. അപ്പം നമ്മളെ പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായി വേർതിരിക്കുന്നു, കിഴക്കൻ തീരസമതലത്തെ രണ്ടായി വേർതിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും മനസ്സിലായ പിള്ളേരെ? ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഐഡിയ കിട്ടിയാ? ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നു. ഇന്നലെ നമ്മൾ SCERT ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു, അത് വീണ്ടും വേണമെന്ന്. അപ്പൊ അത് നമ്മൾ വീണ്ടും ചെയ്യും. ഇന്ന് ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കേണ്ടെന്നൊരു ഐഡിയ നിങ്ങൾക്ക് തന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് പറയുക. അപ്പൊ ഞാൻ ഇത് ഈ രീതി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. ഓക്കെ അല്ലേ? ശരി. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ റിവിഷൻ ക്ലാസ് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യാം, പഠിച്ച് തീക്കാം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇത്രയും ഒന്നുകൂടെ പറഞ്ഞുതരാം, റിപ്പീറ്റ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ പൂർവ്വതീരം തന്നെ പറഞ്ഞ് മതിയാക്കാം. ഓക്കെ, എന്നുവെച്ചാൽ പൂർവ്വതീരം കൂടെ പറഞ്ഞ്, അതായത് കിഴക്കൻ തീരം കൂടെ പറഞ്ഞ് പടിഞ്ഞാറൻ തീരം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നോക്കിയിടാ, പൂർവ്വതീരം ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ തീരം എന്താ പറഞ്ഞേ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. മാറരുത്. ഇനി പൂർവ്വഘട്ടം സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ, സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പശ്ചിമഘട്ടത്തിൽ എന്താ പറഞ്ഞേ, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരം. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട് എന്റെ കൂടെ? ഇനി അടുത്ത് നമ്മള് പൂർവ്വഘട്ടത്തിൽ പറഞ്ഞത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. പശ്ചിമഘട്ടത്തിൽ നമ്മൾ എന്താ പറഞ്ഞേ, വീണ്ടും പശ്ചിമഘട്ടം കാര്യമാണ്, സോറി. പശ്ചിമ തീരത്ത് നമ്മൾ എന്താ പറഞ്ഞേ, പശ്ചിമ തീരത്തിൽ നമ്മൾ പറഞ്ഞത് കായലുകളും അഴിമുഖങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ശരി. പിന്നെ നമ്മൾ പറഞ്ഞു വീതി കൂടുതലാണ്, അല്ലെ, അതായത് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്, പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കിഴക്കൻ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. മുകളിലോട്ടുള്ളതിനെ കോറമണ്ടൽ തീരമെന്നും താഴോട്ടുള്ളതിനെ വടക്കൻ സിർക്കാസ് തീരമെന്നും തരംതിരിക്കും. വീണ്ടും തിരിഞ്ഞു പോയില്ലേ? രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. താഴോട്ടുള്ളതിനെ കോറമണ്ടൽ തീരമെന്നും മുകളിലോട്ടുള്ളതിനെ വടക്കൻ സിർക്കാസ് തീരമെന്നും തരംതിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അതായത് തമിഴ്നാടിന്റെ തീരപ്രദേശത്തെയാണ് കോറമണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നത്. തമിഴ്നാടിന്റെ തീരപ്രദേശത്തെയാണ് എന്തറിയപ്പെടുന്നത്, കോറമണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ഈ ഉത്കൽ സമതലം എന്ന് കേട്ടിട്ടുണ്ടോ? ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നത് ഒഡീഷയാണ് കേട്ടോ, ഒഡീഷ. നമുക്ക് ഈ ഭാഗത്തിലെ ഒഡീഷ, ഈ ഭാഗത്താണ് നമുക്ക് ഒഡീഷ വരുന്നത്, അല്ലെ, ഈ ഭാഗത്താണ് ഒഡീഷ വരുന്നത്. അതിനെയാണ് നമ്മൾ ഉത്കൽ സമതലം എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ഒരു ചോദ്യമുണ്ട്, കടൽത്തീരമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? കടൽത്തീരമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാനയ്ക്ക് എന്തില്ല? കടൽത്തീരമില്ല. അപ്പൊ കടൽത്തീരമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് കുട്ടികളെ? തെലങ്കാന. ഓക്കെ, ശരി. ഇനി അടുത്ത ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ അറിയാലോ നിങ്ങൾക്ക്. താഴോട്ട് മലബാർ, നടുക്ക് കൊങ്കൺ, മുകളിലോട്ട് ഗുജറാത്ത് തീരം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പിന്നെ ഒരു 2 പോയിന്റ് കൂടെ ഓർത്തോണേ. നമുക്ക് 2 മൺസൂൺ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട 2 മൺസൂൺ. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ലഭിക്കുന്നത് എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പടിഞ്ഞാറെന്ന വാക്ക് നോക്കിയാൽ നിങ്ങൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ലഭിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ലഭിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലും വടക്കിഴക്കൻ മൺസൂൺ കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്?
കിഴക്കൻ തീരസമതലത്തിലുണ്ട്. ആ വാക്ക് വെച്ചിട്ട് നോക്കിയാൽ ചേട്ടാ, പടിഞ്ഞാറെന്ന വാക്കുള്ളത് കൊണ്ട് പടിഞ്ഞാറൻ തീരസമതലത്തിൽ കൂടുതൽ ലഭിക്കുന്നു. കിഴക്കെന്ന വാക്കുള്ളത് കൊണ്ട് കിഴക്കൻ, തെക്ക് കിഴക്കൻ, വടക്ക് കിഴക്കൻ മൺസൂൺസ് കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ്. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിനും ഇന്ത്യക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതെന്ന് PSC ചോദിക്കുകയാണെങ്കിൽ അത് രണ്ടും തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ് കേട്ടോ. കേരളത്തിനും ഇന്ത്യക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഇതുപോലെ അല്ല, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ, എനിക്ക് ജെന്യൂൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ കൂടുതൽ ചെയ്തതിന് നമുക്ക് കൂടുതൽ പോയിന്റ് പഠിച്ചു പോകാൻ പറ്റും. ഇല്ലെങ്കിൽ കുറേശ്ശെ പോയിന്റ് മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായ? ഇന്നലെ വീണ്ടും പറയുകയാണ്, നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചു പോവുക, അത് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറയില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടാറ്റ.